ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാമോ? ഒരു കെട്ടിപ്പിടുത്തം കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് എന്തൊക്കെയാണ് എന്നാണ് വൺ ബൈ വൺ ആയിട്ട് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫസ്റ്റ് പോയിന്റ്, വിഷമങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടുത്തത്തിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അടുത്ത് പോയി അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിഷമം ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മദർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ, നിങ്ങളുടെ സിസ്റ്റർ, ബ്രദർ തുടങ്ങി നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവരെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, കെട്ടിപ്പിടിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള സ്ട്രെസ്സ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഓർത്തിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മദറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫാദറിൻ്റെ അടുത്തോ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് അവരെ നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിക്കാം. അതിലൂടെ നിങ്ങളുടെ ഒരു സ്ട്രെസ്സ് ഒരു പരിധി വരെ കുറയും എന്നാണ് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ലവ് ബോൺസ് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ആരോടെങ്കിലുമൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാം. ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിലുള്ളൊരു പിണക്കം അല്ലെങ്കിൽ ആ ഒരു വഴക്ക് പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും ചെയ്യും. അതുകൊണ്ട് വഴക്കിട്ടിട്ടോ അല്ലെങ്കിൽ പിണങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോകുക, അവരൊന്ന് കെട്ടിപ്പിടിക്കുക. നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയിട്ട് സ്നേഹം കൂടത്തേ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ മദർ ടു ചൈൽഡ് ബോണ്ട്, അവർ എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു അല്ലെങ്കിൽ കിസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ തമ്മിലുള്ള ഒരു സ്നേഹം കൂടുന്നതും. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, സ്റ്റഡീസൊക്കെ പറയുന്നത് ഇഷ്ടപ്പെട്ട വ്യക്തിനെ കെട്ടിപ്പിടിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെ നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഒന്നും ഒത്തിരി സ്ട്രോങ് അല്ല അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറവായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിനെയൊക്കെ പോയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കെട്ടിപ്പിടിക്കുക. നാച്ചുറലി നിങ്ങളുടെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, സ്റ്റഡീസ് പറയുന്നത് നിങ്ങളുടെ ഹേർട്ട് ഡിസീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹേർട്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഹേർട്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിനെ പോയിട്ടൊന്ന് കെട്ടിയൊക്കെ പിടിക്കുക. ഇനി സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത്, ബൂസ്റ്റ് മൂഡാണ്. അതായത് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഇങ്ങനെ പിണക്കത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ വിഷമം, സങ്കടം അങ്ങനെ ഒരു മൂഡിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിനെ പോയിട്ടൊന്ന് കെട്ടിപ്പിടിക്കുക. ആ ഒരു വിഷമം അല്ലെങ്കിൽ സങ്കടം ഇതൊക്കെ മാറിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാകും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൂഡ് ആ ഒരു ടൈമിൽ മാറ്റും എന്നാണ് പറയുന്നത്. ഇതാണ് സിക്സ്ത് പോയിന്റ്. ഇനി സെവൻത് പോയിന്റ് എന്ന് പറയുന്നത്, ഇതും സ്റ്റഡീസ് പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടുത്തത്തിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ ആങ്സൈറ്റി പ്രോബ്ലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് സ്റ്റഡീസൊക്കെ പറയുന്നത്. ഇതാണ് എയ്ത്ത് പോയിന്റ്. ഇനി നയൻത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾക്ക് വാക്കുകളില്ല നിങ്ങളുടെ ആ ഒരു ഇഷ്ടം അയാളോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാം. അതായത് ലവ് എക്സ്പ്രഷൻ മെത്തേഡാണ് ഈ ഒരു ഹഗ്ഗിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം മറ്റൊരാളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഹഗ്ഗിങ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, നിങ്ങൾക്കാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വ്യക്തിയോട് പറയേണ്ടത് എന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ പോയി കെട്ടിയൊക്കെ പിടിക്കാം. അതാവുമ്പോൾ നിങ്ങൾക്ക് പറയാതെ തന്നെ നിങ്ങളുടെ ഒരു സ്നേഹം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നയൻത് പോയിന്റ്. ഇനി 10th പോയിന്റ് എന്ന് പറയുന്നത്, ബെറ്റർ സ്ലീപ്പാണ്. അതായത് നന്നായിട്ട് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയുന്നതോടുകൂടി
നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് സ്റ്റഡീസൊക്കെ പറയുന്നത്. അതായത് ഇഷ്ടപ്പെട്ട വ്യക്തിനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ലെവലൊക്കെ ഒന്ന് കുറയും, നമുക്ക് രാത്രിക്ക് നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് സ്റ്റഡീസ് പറയുന്നു. പിന്നെ ഈ ഒരു വീഡിയോയിലല്ല, അത്യാവശ്യം എല്ലാ വീഡിയോസിലും തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ പോകുന്ന ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പെർമിഷൻ എന്താണെങ്കിലും നിങ്ങൾ വാങ്ങിയിരിക്കണം. നിങ്ങളുടെ പേരൻസ് അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങൾ ഹഗ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പെർമിഷൻ വാങ്ങാൻ വേണ്ടി ആരും മറക്കരുത്. അങ്ങനെ വാങ്ങിയിട്ടില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണോ അതിനൊക്കെ ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.